نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു ഹംദ് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. കഹ്ഫിൻ്റെ ആദ്യത്തെ വചനം ആരംഭിക്കുന്നത് തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തിൻ്റെ പേരിലാണ് ഈ ഹംദ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൻ്റെ ബാക്കി ഭാഗം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻസിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാതി അന്ന ലഹും അജ്റൻ ഹസനാ മാകിസീന ഫീഹി അബദാ. ആ ഹംദ് അല്ലാഹു നമുക്കായി പഠിപ്പിക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ പേരിലാണ്. ഈ മഹാഗ്രന്ഥം അൽ കിതാബ്, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ കിതാബ് തൻ്റെ ദാസനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിന് ഹംദ് പറയുകയാണ്. എന്തിനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്? ഒന്ന്, മനുഷ്യജീവിതം അള്ളാഹുവിന് വിധേയമായിട്ടില്ലെങ്കിൽ ജീവിതത്തിൻ്റെ നന്മ തിന്മകളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കി നന്മയുടെ സഹചാരിയും സഹകാരിയുമായി ജീവിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ച് താക്കീത് നൽകാനാണ് ഈ ഗ്രന്ഥം. നാളെ ആഖിറത്തിൽ എനിക്ക് പടച്ചവനെ കഥ അറിയുമായിരുന്നില്ല, കാര്യം അറിയുമായിരുന്നില്ല, ഇത്തരമൊരു അവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു വിവരവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിരുന്നില്ല എന്ന് ആഖിറത്തിൽ വന്ന് പറയാതിരിക്കാനും, അതോടൊപ്പം തന്നെ ജീവിതത്തെ കണ്ടറിഞ്ഞു ജീവിക്കുന്ന മുഅ്മിനുകളായ ആളുകൾ
വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം അഥവാ സ്വർഗമാകുന്ന പ്രതിഫലം ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുവാനും വേണ്ടിയാണ് ഈ ഗ്രന്ഥം. ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അതിനോട് അത്ഫ് ചെയ്ത് ചേർത്ത് പറയുന്ന വാചകം വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. അള്ളാഹുവിന് മക്കളുണ്ട്, സന്താനമുണ്ട് എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാനും വേണ്ടിയാണ് ഈ കിതാബ്. അള്ളാഹുവിന് മക്കളുണ്ട്, സന്താനമുണ്ട് എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ് ഈ കിതാബ്. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം. ഈ വിഷയത്തിൽ അവർക്ക് ഒരു ഇൽമുമില്ല, ഒരറിവുമില്ല. അവർക്ക് മാത്രമല്ല അവരുടെ പിതാക്കൾക്കും ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല, ഒരു അറിവുമില്ലാതെ എന്തൊക്കെയോ പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബാ. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ട് അവർ ഉച്ചരിക്കുന്ന വാക്ക് വളരെ ഗൗരവമേറിയതാണ്. കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ തൊള്ളയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ വളരെ അപകടകരമായ വാക്കുകളാണ്. യഖൂലൂന ഇല്ലാ കദിബാ. അള്ളാഹുവിന് സന്താനമുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട് എന്നവർ പറയുന്നത് ഏറ്റവും വ്യക്തമായ കളവാകുന്നു. അത്തരം ആളുകൾക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നിടത്ത് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള പാഠമാണ്. വിശുദ്ധ ഖുർആൻ ചില സംഗതികളെ എതിർക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നും ഇത്ര വലിയ കാര്യത്തിൽ എടുത്തു പറയാനുണ്ടോ? അത് പല ആളുകളില്ലേ, പല വിശ്വാസമില്ലേ, പല ചിന്താപ്രസ്ഥാനങ്ങളില്ലേ, അവരൊക്കെ അവരുടേതായ വിശ്വാസമനുസരിച്ച് ജീവിച്ചാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ചില വിശ്വാസങ്ങൾ വലിയ അപകടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കും. വൈയക്തികമായി ഉണ്ടാക്കും, സാമൂഹികമായി ഉണ്ടാക്കും, അതുപോലെ തന്നെ രാഷ്ട്രീയമായി ഉണ്ടാക്കും. മാത്രമല്ല നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വലിയ കെടുതികൾ ലോകത്തുണ്ടാക്കും, വിശ്വാസപരമായ വ്യതിയാനങ്ങൾ. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം, അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നു വന്നുകൊണ്ട് അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് എന്ന നിലക്ക് ലോകത്തിന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. കാര്യം തൗഹീദിലുള്ള വിശ്വാസം ക്ലിയർ ആകുമ്പോൾ, അത് നേരെ ചൊവ്വയാകുമ്പോഴാണ് മറ്റു കാര്യങ്ങളെല്ലാം നേരെയാവുക. തൗഹീദിന്റെ വിഷയത്തിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അത് വലിയ വിപത്ത്, ഉഖറവിയായ വിപത്ത്, നാളെ ആഖിറത്തിൽ വരാനുള്ള വിപത്ത്, ദുന്യവിയായ വിപത്ത്, ആ വിപത്തൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അതിൽ ലോക സമൂഹം നേരിട്ട ഏറ്റവും വലിയ വിപത്താണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന വാദം. നമുക്കറിയാം വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചൊരു അധ്യായമുണ്ട് ഖുർആനിൽ. നമുക്കെല്ലാവർക്കും അത് പരിചിതമാണ്, സൂറത്തുൽ ഇഖ്ലാസ്. വിശുദ്ധ ഖുർആനിന്റെ 1/3 ആ സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി എടുത്തു പറയുന്ന ഒരു കാര്യം, ആരാണ് അല്ലാഹു? മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ പറയുന്ന അല്ലാഹു ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക നബി, അല്ലാഹു ഏകനാണ്. ഏകൻ എന്ന് പറയുമ്പോൾ ഒന്നും 2 എന്ന് പറയുന്ന ഒന്നാണോ? അല്ല, അദ്വിതീയനാണ്. എന്ന് പറഞ്ഞാൽ വിഭജനം അല്ലെങ്കിൽ രണ്ടാക്കുക എന്നത് അസാധ്യമായ രൂപത്തിലുള്ള അദ്വിതീയനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുസ് സമദ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണ്, എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനാണ്, എല്ലാവരും ഓടിച്ചെല്ലുന്ന സമതാണവൻ, എല്ലാവർക്കും ആവശ്യമുള്ളവനാണവൻ. പക്ഷേ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത സമതാണ് അല്ലാഹു. ലം യലിദ് വലം യൂലദ്, അവന് മാതാപിതാക്കളില്ല എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചുണ്ടായവനല്ല, ജനിതകനല്ല, ജാതകനല്ല, അവന് സന്താനവുമില്ല. കാരണം അള്ളാഹുവിന് ഒരു ഉപ്പയുണ്ടെങ്കിൽ, ഉമ്മയുണ്ടെങ്കിൽ, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏകത്വം അസാധ്യമാണ്. കാരണം ഉപ്പയുടെ ഉമ്മയുടെ പ്രതിഫലനങ്ങളാണ് സന്താനത്തിലുണ്ടാവുക. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്വിതീയനാണ്. അവന് ഉപ്പയില്ല, ഉമ്മയില്ല, അവൻ ആരുടെയും മകനല്ല, മകളല്ല. അതല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയില്ല, സന്താനമില്ല. സന്താനമുണ്ടായാൽ ഉപ്പയുടെ പ്രത്യേകതകൾ സന്താനത്തിലേക്കും ഉണ്ടാകും. അപ്പോ ഏകത്വം എന്നുള്ളത് അസാധ്യമായി മാറും. അതുകൊണ്ടല്ല പറഞ്ഞു ലം യലിദ് വലം യൂലദ്, അവൻ ജനിതകനല്ല, ജാതകനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്,
അവന് തുല്യമായ ഒരാളുമില്ല, ഒന്നുമില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ വാദഗതികൾ ലോകത്തുണ്ടായി. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന വാദമുണ്ടായി. ഖുർആൻ അതിന് കൃത്യമായി പലയിടങ്ങളിലും മറുപടി പറഞ്ഞു. എന്ത് വിഡിത്തമാണ് അവർ പറയുന്നത്? അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നോ? അഫഅസ്ഫാകും റബ്ബുകും ബിൽ ബനീന വത്തഖദ മിനൽ മലായികതി ഇനാസ ഇന്നകും ലതഖൂലൂന ഖൗലൻ അദീമാ. അല്ലാഹ് ചോദിക്കുകയാണ്, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ കുഴിച്ചുമൂടുമായി. അവരെ സംബന്ധിച്ചിടത്തോളം പെൺകുഞ്ഞുങ്ങൾ വേണ്ട, ആൺകുട്ടികളെയാണ് അവർ വളരെ പ്രാധാന്യത്തോടെ വളർത്തിയത്. ആ ഒരു അവസ്ഥയെ, അവരുടെ മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങി റബ്ബ് സുബ്ഹാനഹു തആല അവർ പറയുന്ന വാദത്തിന്റെ വിഡിത്തം വിശദീകരിക്കണം. അല്ല, നിങ്ങൾക്ക് വേണ്ടി ആ മക്കളെ തെരഞ്ഞെടുക്കുകയും വത്തഖദ മിനൽ മലായികതി ഇനാസ, അള്ളാഹുവിന് മലക്കുകൾ പെൺമക്കളാക്കി, അള്ളാഹു പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളും. അങ്ങനെയാണോ? ഇന്നകും ലതഖൂലൂന ഖൗലൻ അദീമാ, നിങ്ങൾ പറയുന്നത് എന്തു വലിയ ബോഷ്കാണ് മനുഷ്യരെ, എത്ര ഗൗരവമേറിയ വാക്കാണ് എന്ന് അള്ളാഹു ചോദിക്കുന്നത് കാണാൻ കഴിയും. മറ്റൊരിടത്തല്ല പറയുന്നത് കാണാം, അമിത്തഖദ മിമ്മാ യഖ്ലുഖു ബനാതിൻ വഅസ്ഫാകും ബിൽ ബനീൻ. നിങ്ങൾ അള്ളാഹുവിന് അവന്റെ പടപ്പുകളായ പെൺമക്കളെ കൊടുക്കുകയും നിങ്ങൾ ആ മക്കളെ എടുക്കുകയും ചെയ്യുകയാണോ? യഥാർത്ഥത്തിൽ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വാദം ഉന്നയിക്കുകയല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യമോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ശൈലിയോ അറിയാത്ത ആളുകൾ ഇതൊക്കെ വാദമാക്കി മനസ്സിലാക്കും. ഇത് വാദമല്ല, നേരെ മറിച്ച് അവരെ സംബന്ധിച്ച് അവർ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസ വൈകല്യത്തെ കൊണ്ട് അള്ളാഹുർക്ക് മറുപടി പറയും. എന്താണത്? അമിത്തഖദ മിമ്മാ യഖ്ലുഖു ബനാതിൻ വഅസ്ഫാകും ബിൽ ബനീൻ. നിങ്ങൾക്ക് ആൺമക്കളെയും അള്ളാഹുവിന് പെൺമക്കളെ നിങ്ങൾ കൊടുക്കുകയാണോ? വഇദാ ബുശ്റാ അഹദുഹും ബിമാ ദറബ ലിർറഹ്മാനി മസലൻ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം. അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ടെന്ന് അവർ പറയുമ്പോൾ ആ പെൺമക്കൾ അവർക്കുണ്ടായാലോ അവർ മുഖം ചുളിക്കുന്നു, അവരിതാ മാനക്കേടായി കാണുന്നു. എന്നിട്ട് അള്ളാഹ്ക്ക് പെൺമക്കൾ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മറുത്തു ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ട് എന്നും ആ പെൺമക്കളാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എന്നും വാദിച്ച ആളുകൾക്ക് ഖുർആൻ നൽകിയ മറുപടിയാണത്. ഇതുപോലെ ലോകത്തുണ്ടായ മറ്റൊരു വാദമാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സന്തതിയാണ്, അള്ളാഹുവിന്റെ മകനാണ്, ദൈവപുത്രനാണെന്ന വാദം. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വേദക്കാരെ വിളിച്ചിട്ട്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഈസ ഇബ്നു മർയം റസൂലുള്ളാഹി വകലിമതുഹു അൽഖാഹാ ഇലാ മർയമ വറൂഹും മിൻഹു ഫആമിനൂ ബില്ലാഹി വറസുലിഹി വലാ തഖൂലു സലാസ ഇൻദഹു ഖൈറൻ ലക്കും ഇന്നമല്ലാഹു ഇലാഹു വാഹിദ് സുബ്ഹാനഹു അൻ യകൂന ലഹു വലദുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീലാ. വേദക്കാരെ, നിങ്ങൾ ഒരിക്കലും അതിരുവിടരുത്, നിങ്ങൾ വിശ്വാസരംഗത്ത് അതിരുവിടരുത്, ആചാരാനുഷ്ഠാന രംഗത്ത് അതിരുവിടരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തത് നിങ്ങൾ പറയരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മർയമ, തീർച്ചയായും മറിയമിന്റെ പുത്രനായ ഈസ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്. വകലിമതുഹു, അല്ലാഹുവിന്റെ കലിമത്താണ്. അൽഖാഹാ ഇലാ മർയമ, അത് അല്ലാഹു മറിയമിലേക്ക് നിക്ഷേപിച്ചതാണ്. വറൂഹും മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. ഫആമിനൂ ബില്ലാഹി വറസുലിഹി, അതുകൊണ്ട് പ്രവാചകനായ ആ ഈസാ നബിയിൽ നിങ്ങൾ വിശ്വസിക്കണം, മറ്റു പ്രവാചകന്മാരെയും വിശ്വസിക്കണം, അല്ലാഹുവിൽ വിശ്വസിക്കണം. വലാ തഖൂലു സലാസ, ട്രിനിറ്റി എന്ന് നിങ്ങൾ പറയല്ല, തൃത്വം എന്ന് നിങ്ങൾ പറയല്ല. ഇൻദഹു ഖൈറൻ ലക്കും, അത് അവസാനിപ്പിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, അല്ലാഹു ഏകനായ റബ്ബാണ്, അവൻ ഏകനാണ്, അവൻ വാഹിദാണ്. സുബ്ഹാനഹു, അവൻ ഇപ്പറയുന്ന സർവ്വ കൊള്ളരുതായ്മകളിൽ നിന്നെല്ലാം അകന്ന പരമപരിശുദ്ധനാണ്. അയ്യകൂന ലഹു വലദുൻ, ഒരിക്കലും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്താനം ഉണ്ടാകുന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. വകഫാ ബില്ലാഹി വകീലാ, എല്ലാത്തിനും സാക്ഷിയായി അല്ലാഹു മതിയായവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാദത്തെ അടിക്കടി നിരസിക്കുന്നതും നിരാകരിക്കുന്നതും നിഷേധിക്കുന്നതും നമുക്ക് കാണാൻ കഴിയാണ്. ഒരു പക്ഷേ ഇത് ലോകം സ്വീകരിച്ചിരുന്നെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ പറഞ്ഞത് ലോകം സ്വീകരിച്ചിരുന്നെങ്കിൽ, ലോകം ഒരു പക്ഷേ ഇന്ന് കാണുന്ന വലിയ അരക്ഷിതത്വത്തിലേക്ക് വീണുപോകുമായിരുന്നില്ല. ഇതൊരു ചെറിയ വിഷയമല്ല.
ഈ ഖുർആൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ ഖുർആൻ നൽകിയ ഇൻഫർമേഷൻ അത് ലോക സമൂഹം സ്വീകരിച്ചിരുന്നെങ്കിൽ ലോകത്തിന് സമാധാനം കളിയാടുമായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടു, ലോകത്ത് അത് സ്വീകരിക്കാത്ത വലിയൊരു ജനവിഭാഗം ഉണ്ടായി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടായി. ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞുകൊടുത്ത പാഠങ്ങളെ പഠിക്കാതെ പോയ ജനതയുണ്ടായി. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദം, ലോകത്തെ ഏറ്റവും വലിയ അട്ടിമറി, ലോകത്തെ ഏറ്റവും വലിയ ചതി ലോകം എന്ന് കണ്ടത് ഈ വിശ്വാസ വൈകല്യത്തിന്റെ പേരിലാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ അങ്ങകലെ ഫലസ്തീനിൽ ആയിരക്കണക്കിന് മക്കളാണ് കണ്ണീരുമായി കഴിയുന്നത്. 10,000-കണക്കിന് ഉമ്മമാരാണ് വിലപിക്കുന്നത്. ലക്ഷോപലക്ഷം മനുഷ്യരാണ് സ്വന്തം വീടും നാടും വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്. നിരപരാധികളായ റോസാപ്പൂ ദളങ്ങളെപ്പോലെ മനോഹരമായ മക്കൾ കണ്ണീരുമായി കഴിയുന്നത് എന്തിന്റെ പേരിലാണ്? അന്വേഷിച്ചിട്ടുണ്ടോ? എന്തിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ പ്രതിസന്ധി, ഏതാണ്ട് 2000 കൊല്ലമായി നിലനിൽക്കുന്ന പ്രതിസന്ധി? അതിന്റെ അടിസ്ഥാന കാരണം എന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ ദർശനം നൽകിയ, വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ച, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ അഡ്രസ് ചെയ്ത ഒരു വിഷയം, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തു ആൽ ഇംറാൻ മുതൽ അഡ്രസ് ചെയ്തൊരു വിഷയം ലോകം ശ്രദ്ധിച്ചില്ല. അത് ഒരു വിരോധത്തോടെയും വൈരാഗ്യത്തോടെയും കണ്ട്, ഒരു ഫോബിക്കോടെ കണ്ട്, പേടിയോടെ കണ്ട് അകറ്റി നിർത്തുവാനുള്ള ശ്രമം നടത്തി. ആ വിഷയമാണ് ഈസാ, യേശു എന്ന വിഷയം. യേശു എന്ന വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. ഒന്ന്, അള്ളാഹുവിന്റെ സന്താനമാണെന്ന് പറഞ്ഞു. അവിടെ മുതൽ തുടങ്ങിയതിന്റെ അപകടം. അള്ളാഹുവിന്റെ സന്താനമാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞിടം മുതൽ തുടങ്ങിയ അപകടം. മാത്രമല്ല, രണ്ടാമത് പറഞ്ഞു എന്ത്? അതേ, ആ ഈസയെ, യേശുവിനെ കൊന്നു. ആര്? ജൂതന്മാരും അത് പറഞ്ഞു. ആ ജൂതന്മാരും അത് പ്രഖ്യാപിച്ചു. ഞങ്ങളാണ് ഈസാ നബിയെ കൊന്നത് എന്നവര് പറഞ്ഞു. യേശുവിനെ കൊന്നത് ഞങ്ങളാണെന്ന് അവര് പറഞ്ഞു. മാത്രമല്ല, അത് പിന്നീട് ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അണികളായി കടന്നു വന്ന ക്രൈസ്തവരായ ആളുകൾ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി കൊണ്ട് നമുക്കറിയാം 2000 കൊല്ലം നിരന്തരമായി കൊന്നൊടുക്കി 10,000-കണക്കിന് ജൂതന്മാരെ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹം നിലകൊണ്ട സ്ഥലങ്ങളിൽ ഒക്കെ എന്തിന്റെ പേരിലാണ് കണ്ടെടുത്ത് വെച്ചൊക്കെ ജൂതനെ കൊന്നത്? എന്തിനാണ് നിരപരാധികളായി ജീവിച്ച ഒരുപാട് ജൂതന്മാരെ നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കപ്പെട്ടത്? ഈ കൊല്ലങ്ങൾ, ഈ നൂറ്റാണ്ടുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2000 വർഷങ്ങൾ, ഈ സഹസ്രാബ്ദങ്ങൾ എന്തിനാണ് ഈ രൂപത്തിൽ അവരെ കൊന്നത്? ഡെയ്സൈഡ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ്. ഡെയ്സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററലി മീനിങ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് എ ഗോഡ് എന്നാണ്. ദൈവത്തെ കൊന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജൂതനെ ലോകത്ത് നിരപരാധികളായ ജൂതന്മാരെ വേട്ടയാടിയത് ഇതിന്റെ പേരിലാണ്. ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ ലോകം എത്രയോ ജൂതന്മാരെയാ ചുട്ടുകൊന്നത്, എത്രയോ ജൂതന്മാരെയാണ് ഗ്യാസ് ചേമ്പറിൽ ഇട്ടത്, എത്രയോ ജൂതന്മാരെയാണ് നിരന്തരമായി വേട്ടയാടിയത്. റബ്ബി യൂസുഫ് ഐസൻ എന്ന പേരിൽ അറിയപ്പെട്ട ജൂത റബ്ബി എഴുതിയ പുസ്തകമുണ്ട്, മിറാക്കിളസ് ജേണി എന്ന പേരിലുള്ള പുസ്തകം. അതിൽ വിശദമായി തെളിവുകൾ സഹിതം പറയുന്നുണ്ട്. ലക്ഷോപലക്ഷം ജൂതന്മാരെ കൊന്നു തല്ലിയ കഥ പറയുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് ക്രൈസ്തവ ലോകം നിരന്തരമായി ജൂതന്മാരെ കൊന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ. ഉത്തരം എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ യേശുവിനെ കൊന്നത് ജൂതനാണ്, കുരിശിലേറ്റിയത് ജൂതനാണ്, കൊന്നത് ജൂതനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തെ കൊന്നവൻ, കുരിശിലേറ്റിയവനെ ഞങ്ങൾ വെറുതെ വിടില്ല. ആ നിലപാടിലാണ് ലക്ഷോപലക്ഷം ജൂതന്മാരെ നൂറ്റാണ്ടുകളായി കൊന്നത്. പക്ഷെ ഖുർആൻ അവരെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ടോ, ജൂതന്മാർ കൊന്നിട്ടില്ല. ലോകത്തൊരൊറ്റ ഗ്രന്ഥമേ അത് പറഞ്ഞിട്ടുള്ളൂ, അത് വിശുദ്ധ ഖുർആനാണ്. ലോകത്തൊരൊറ്റ ഗ്രന്ഥമേ അത് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 1400 കൊല്ലമായി നിരന്തരമായി ഖുർആൻ വിളിച്ചു പറഞ്ഞു. ക്രൈസ്തവ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങളോട് വിളിച്ചു പറഞ്ഞു, മാനവികതയോട് വിളിച്ചു പറഞ്ഞു, ഇല്ല, മാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, മാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ജൂതന്മാർ പോലും പറഞ്ഞു, ഖുർആൻ പറയാണ്, ഇന്നാ ഖതൽനാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ കൊന്നത് ഞങ്ങളാണ് എന്ന് ജൂതന്മാർ പോലും പറയാണ്. പക്ഷെ അല്ലാഹ് പറഞ്ഞു, ഇല്ല, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഒരിക്കലും ജൂതൻ ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിലേറ്റിയിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് ആളുമാറിപ്പോയതാണ്. ഈ ഒറ്റ വാചകത്തിന്റെ വില ക്രൈസ്തവ ലോകം അറിയാൻ
നൂറ്റാണ്ടുകൾ എത്ര കഴിയേണ്ടി വന്നു, നൂറ്റാണ്ടുകൾ എത്ര പിന്നിടേണ്ടി വന്നു. നൂറ്റാണ്ടുകൾ അഥവാ 1968 കാലഘട്ടങ്ങളിലാണ് ആദ്യമായി ക്രൈസ്തവ ലോകം മനസ്സിലാക്കിയത്. 65 ഒക്ടോബർ 28 ആദ്യമായി ക്രൈസ്തവ ലോകം പ്രഖ്യാപിച്ചത് യേശുവിനെ കൊന്നതിൽ ജൂതന്മാർക്ക് പങ്കില്ല. 1965 ഒക്ടോബർ 28 നോസ്ട്രാ എതാത്തെ എന്ന പേരിൽ ക്രൈസ്തവ ലോകം അഥവാ പോപ്പ് കൂടി അതുപോലെ വത്തിക്കാൻ കൂടി പ്രഖ്യാപിച്ചത് ജൂതന് പങ്കില്ല, യേശുവിനെ കൊന്നതിൽ ജൂതന് പങ്കില്ല എന്ന് 1965 ഒക്ടോബർ 28 പ്രഖ്യാപിക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ 14 മുമ്പ് ലോകത്തോട് പറഞ്ഞു മാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബിഹ ലഹും. കൊന്നിട്ടില്ല. ഒരു യേശുവിന്റെ പേരിൽ എത്രയോ മനുഷ്യരെ കൊന്നു. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. 1965 അത് തിരുത്തുമ്പോ ഇന്ന് നമുക്കറിയാം ഫലസ്തീന്റെ മണ്ണിൽ നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്നത് എന്തിന്റെ പേരില്ല? ജൂതന് കുറച്ച് സ്ഥലം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണോ? ജൂതലോബിക്ക് കുറച്ച് സ്ഥലം ആവശ്യമുണ്ട്, അവർക്ക് അതിനു വേണ്ടിയാണോ? എങ്കിൽ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ അവരെ മാടി വിളിക്കുന്നു. ആഫ്രിക്കയിൽ അവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നു, അർജന്റീനയിൽ അവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഫലസ്തീൻ തന്നെ വേണം എന്ന് വാദിച്ചത് എന്തിന്റെ പേരിലാണ്? യേശുവിന്റെ പേരിലാണ്, ഈസാ നബിയുടെ പേരിലാണ്. ഈ കാരണം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്ത് തിരിച്ചു വരണമെങ്കിൽ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കിങ്ഡം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ലോകത്ത് തിരിച്ചു വരണമെങ്കിൽ ഫലസ്തീന്റെ മണ്ണിൽ അതേ ദൈവമക്കളായ ജൂതന്മാർ താമസിച്ചാലല്ലാതെ കടന്നു വരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ട സയനിസ്റ്റ് ലോബികൾ, ക്രിസ്ത്യൻ ജൂസ് സയനിസ്റ്റ് ലോബികൾ ചേർന്നുകൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണിനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് വന്നത്. എന്തുകൊണ്ടാണ് ഫലസ്തീൻ അവർ തിരഞ്ഞെടുക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, അതെ, and is necessary for Jesus to return to earth as its king. രാജാവായി യേശു ഭൂമി ലോകത്തേക്ക് മടങ്ങി വരണമെങ്കിൽ ഫലസ്തീന്റെ മണ്ണിൽ യഹൂദികളായ ആളുകൾ അവരുടെ രാജ്യം സ്ഥാപിച്ച് ആ ദൈവമക്കൾ അവിടെ വാണാൽ മാത്രമേ യേശുവിന്റെ റിട്ടേൺ ഉണ്ടാകൂ എന്ന ഒരു സങ്കല്പത്തിന്റെ പേരിലാണ് ഇന്ന് ഫലസ്തീനിൽ നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിഷയം എന്താണ്? സബ്ജക്ട് എന്താണ്? ഈസാ. വിശുദ്ധ ഖുർആൻ മറിയം എന്നൊരു പേരൊരു അധ്യായം കൊണ്ടുവന്നു. മറിയം എന്ന പേരിൽ ഖുർആൻ ഒരു അധ്യായം കൊണ്ടുവന്ന് പഠിപ്പിച്ചു. ആരാണ്? ഈസാ അലൈഹിസ്സലാം. ആലു ഇമ്രാൻ മനസ്സിലാക്കണം. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തായ് വഴി പഠിപ്പിക്കുന്ന ഖുർആൻ അധ്യായമാണ്, സൂറത്ത് ഖുർആൻ അധ്യായമാണ്. ഈസാ നബിയുടെ ഉമ്മയെ കുറിച്ച് പറയുന്ന, ഉമ്മയുടെ ഉപ്പയെ കുറിച്ച് പറയുന്ന അധ്യായമാണ് സൂറത്ത് ആൽ ഇമ്രാൻ. എന്ന് പറഞ്ഞാൽ ലോകത്ത് യേശു അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് കേടുകൊണ്ട് സംഭവിക്കാവുന്ന വലിയ വിപത്ത്, ഞാനും നിങ്ങളും നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിപത്ത് 1400 കൊല്ലം മുമ്പ് അഡ്രസ് ചെയ്ത് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച വേദത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹു സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോ, അൽഹംദുലില്ലാഹ് എന്ന് പ്രഖ്യാപിച്ചോ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻസിറ ബഅസൻ ശദീദാ എന്ന് തുടങ്ങാൻ. നിങ്ങൾ ഹംദ് പറയണം മനുഷ്യരെ, കാരണം ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ലോകത്തൊരു ശക്തിക്കും ഒരു ടെക്നോളജിക്കും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ പകർന്നു തരികയാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് അതിപ്രധാനമാണ്. ആ തൗഹീദിന്റെ കൃത്യമായ ആശയ തലങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ലോകം അനുഭവിക്കാവുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ അതെന്താണ് എന്ന് കൃത്യമായി ഖുർആൻ അഡ്രസ് ചെയ്ത് തരികയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ കൃത്യമായ ഒരു നിലപാട്, ആ നിലപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് സന്താനമില്ല. അത് ചെറിയ വാക്കല്ല, ചെറിയ പ്രഖ്യാപനമല്ല, നേരെ മറിച്ച് ഈ ലോകത്തിന്റെ ശാശ്വതമായ സമാധാനത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ പ്രഖ്യാപനമാണെന്ന് മനസ്സിലാക്കണം. നേരെ മറിച്ച് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിച്ചാൽ لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا. ഈ ഡിസംബറിൽ നമ്മുടെ മനസ്സിൽ കൃത്യമായി എഴുതിയിടേണ്ട ഒരു വചനമാണത്. എന്താണത്?
വഖാലു ഇത്തഖദ റഹ്മാനു വലദാ, അവര് പറഞ്ഞു അള്ളാഹുവിന് മക്കളുണ്ടെന്ന്, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് അവര് വാദിച്ചു. ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദാ, അവര് കൊണ്ടുവന്നത് ചെറിയ കാര്യമല്ല, അവര് പറഞ്ഞത് വലിയ അപകടകരമായ വാദമാണ് അവർ ഉന്നയിച്ചത്. അതിന്റെ പരിണിത ഫലമായി തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഹിറുൽ ജിബാലു ഹദ്ദാ, ആകാശം പൊട്ടിക്കീറുമാറ്, പർവ്വതങ്ങൾ തകർന്നു പോകുമാറ്, ഭൂമി വിണ്ടുകീറുമാറ് അപകടകരമായ വാദമാണ് അവർ വാദിച്ചത്. എന്താണ് അവരുടെ വാദം? ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, അൻദഉ ലിർറഹ്മാനി വലദാ, റഹ്മാനായ റബ്ബ് സന്താനത്തെ സ്വീകരിച്ചു, ദൈവപുത്രൻ അള്ളാഹുവിനുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന വാദം അവർ സ്വീകരിച്ചതിനാൽ വമാ യംബഗി ലിർറഹ്മാനി അയ്യത്തഖിദ വലദാ, ഒരിക്കലും അള്ളാഹുവിന്റെ സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഭൂഷണമല്ല, യോജിച്ചതല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കണം. നമ്മുടെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് തിരിച്ചറിയണം. മാത്രമല്ല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച കൃത്യമായ വിവരണങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ലോകത്തിന് മുമ്പിൽ ഓതിക്കൊടുക്കണം. മാത്രമല്ല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടിനെതിരെ വളരെ ശക്തമായി മുസ്ലിം ഉമ്മത്ത് ഉയർന്നു വരണം എന്നാണ് ഈ വെള്ളിയാഴ്ചയിൽ, ഈ ദിവസത്തിൽ, ഈ ഖുത്ബയുടെ സന്ദേശമായി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവന്റെ മഹത്വം അംഗീകരിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഡിസംബറാണ്. ഡിസംബറിൻ്റെ പ്രത്യേകത ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിലുള്ള നിരവധി ആഘോഷങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഡിസംബറിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എന്ന് മാത്രമല്ല, ലോകത്ത് അത് സംബന്ധമായി വിവരിക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഡിവൈസിൽ ഗൂഗിൾ ചെയ്തുകൊണ്ട് ക്രിസ്മസ് എന്ന് നമ്മൾ അടിച്ചു നോക്കിയാൽ, അതിൻ്റെ ഉത്ഭവത്തെപ്പറ്റി അടിച്ചു നോക്കിയാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് മഹാനായ ഈസാ അലൈഹിസ്സലാം ജീവിച്ച കാലഘട്ടത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അപ്പോസ്തലന്മാരായി ജീവിച്ച ആരും തന്നെ ആഘോഷിച്ചിട്ടില്ല എന്ന്. മാത്രമല്ല, ഉത്തമ തലമുറയിൽ അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്വഹാബ അല്ലെങ്കിൽ ഹവാരികൾ എന്ന് പറയുന്നവരുടെ കാലത്തോ അതിനുശേഷമോ ഇല്ല. നേരെ മറിച്ച് ഈസാ അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടതിനു ശേഷം ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്ന റോമൻ രാജാക്കന്മാരാണ് ഈ ക്രിസ്മസ് എന്ന ആചാരം ഉണ്ടാക്കിയത് എന്നത് വളരെ കൃത്യമായി അതിൻ്റെ ചരിത്രരേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകം നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ശിബറം ബിശിബിരിൻ ദിറാഅൻ ബിദിറാ, ചാണിനു ചാണായി മുഴത്തിന് മുഴമായി ഹത്താ ലൗ ദഖലു ജുഹറ ദബ്ബ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരെ നിങ്ങൾ പിൻപറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ ഉത്തമമായ മാതൃക ഇവിടെ നിലനിൽക്കുമ്പോൾ വഹയിലുള്ള ആകാശബന്ധിതമായ വഹയിന്റെ പിൻബലമുള്ള അങ്ങയുടെ ഏറ്റവും ഉസ്വത്തുൻ ഹസനയായ ഉത്തമമായ മാതൃകയുള്ളപ്പോ ഞങ്ങൾ വേറെ ആരുടെ മാർഗം സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അൽ യഹൂദ വൻ നസാറ, ജൂത നസറാക്കളുടെ വഴി ഞങ്ങൾ സ്വീകരിക്കുമെന്നാണോ നബിയെ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ താക്കി നൽകുന്നത്? അള്ളാഹുവിന്റെ റസൂല് അവരോട് തിരിച്ചു ചോദിച്ചത് ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണെന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ ഉത്ഭവം പഠിക്കുമ്പോൾ, അതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളുടെ സമ്പ്രദായം പഠിക്കുമ്പോൾ പിന്നീട് മുഹമ്മദിന്റെ ഉമ്മത്തിനും അതിൻ്റെതായ ഒരു പിൻപറ്റൽ കടന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹിയുടെ ഈ താക്കീത് അങ്ങനെ തന്നെ പുലരുന്നത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അതിൻ്റെ ഏറ്റവും വലിയ അപകടം ദൈവപുത്രന്റെ ജന്മദിനം എന്ന രൂപത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷം മാത്രമല്ല, പ്രവാചകന്മാരുടെ പിൻബലമില്ലാത്തൊരാഘോഷം, പിന്നീട് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ വിഷയത്തിൽ അനുകരിച്ചൊരാഘോഷം എന്ന നിലക്ക് അതിനെ പഠനവിധേയമാക്കുകയും എല്ലാവിധ ശിർക്ക് ബിദ്അത്ത് ദലാലത്തുകളിൽ നിന്നും ഒഴിവായി നിൽക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നിലനിർത്തി മുഅ്മിനായി മരിക്കുന്ന വിശ്വാസികളിൽ
നാം ഇവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി വളർത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മിൽ പല ആളുകളും. രോഗങ്ങളുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അവൻ്റെ പ്രത്യേകമായ ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ വീട്ടിമരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സും കഴിവും കരുത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا وأجر والدنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.